ആകാശവാണി. നമസ്കാരം. ഉപഭോക്തൃ സംരക്ഷണം നിയമവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ആകാശവാണി വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ട സാധനം പണം കൊടുത്തു വാങ്ങിയ ശേഷം കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ എന്തു ചെയ്യും? ചൂഷണത്തിന് വിധേയരായാൽ ആരെ സമീപിക്കണം? പണം നൽകി വാങ്ങുന്ന സാധനത്തിനോ സേവനത്തിനോ എന്തെങ്കിലും പോരായ്മയുണ്ടായാൽ എന്ത് നിയമസംരക്ഷണം ലഭിക്കും? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഉപഭോക്തൃ നിയമം. ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. തുടർന്ന് എല്ലാ വർഷവും ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കാൻ തുടങ്ങി. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധവൽക്കരിക്കുക, ന്യായവും നീതിപൂർവകവുമായ വ്യാപാരവിനിമയ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ തത്വങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുക എന്നതാണ് ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ലക്ഷ്യം. വ്യവഹാരങ്ങളിൽ കാര്യക്ഷമവും വേഗതയേറിയതുമായ ഡിജിറ്റൽ നീതി എന്നതാണ് ഈ വർഷത്തെ ഉപഭോക്തൃ ദിന മുദ്രാവാക്യം. ഉപഭോക്തൃ കേസുകൾ അഭിഭാഷകന്റെ സഹായമില്ലാതെ ഉപഭോക്താവിന് നേരിട്ട് നൽകാം എന്നതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പ്രത്യേകത. ഡിജിറ്റൽ യുഗത്തിൽ ഉപഭോക്താക്കൾ നേരിടുന്ന പുതിയ വെല്ലുവിളികൾ പരിഹരിക്കാനും ഉപഭോക്തൃ തർക്കങ്ങൾക്ക് സമയബന്ധിതവും ഫലപ്രദവുമായ പരിഹാരം കാണാനും ഈ കാര്യത്തിലുള്ള ഭരണനിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള ലക്ഷ്യത്തോടെയാണ് 1986 മൂലനിയമം ഭേദഗതി ചെയ്ത് ഉപഭോക്തൃ സംരക്ഷണ ബിൽ 2019 പാർലമെന്റ് പാസാക്കിയത്. ജീവനും സ്വത്തിനും ഹാനികരമായ ഉൽപ്പന്നങ്ങളിൽ നിന്നും സേവനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നതാണ് നിയമം ലക്ഷ്യമിടുന്നത്. ഉപഭോക്താവിന്റെ ന്യായമായ അവകാശ സംരക്ഷണവും തർക്കങ്ങൾക്ക് വേഗത്തിലുള്ള പരിഹാരവും സാധ്യമാക്കുന്നതിനായി ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇ-കൊമേഴ്സ് നിയന്ത്രണ വ്യവസ്ഥകൾ, ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി പരാതികൾ ഫയൽ ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയും 2019 ഓഗസ്റ്റ് 9 പ്രാബല്യത്തിൽ വന്ന നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ചത്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തൂക്കങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്താൻ അളവ് തൂക്ക വകുപ്പും പ്രവർത്തിക്കുന്നുണ്ട്. ലീഗൽ മെട്രോളജി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി കൺട്രോളർ എം. അബ്ദുൽ ഹഫീസിന്റെ വാക്കുകളിലേക്ക്. പണം നൽകിക്കൊണ്ടോ നൽകാമെന്ന ഉറപ്പിലോ സാധനമോ സേവനമോ ലഭ്യമാക്കുന്നവരെയാണ് ഉപഭോക്താവ് എന്ന് വിളിക്കുന്നത്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളത്തിലെ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. യഥാർത്ഥ അളവിലും തൂക്കത്തിലും എണ്ണത്തിലും ഉൽപ്പന്നങ്ങളോ സേവനമോ ലഭിക്കുക, അളവ് തൂക്ക ഉപകരണങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുക, പാക്കറ്റ് ഉൽപ്പന്നങ്ങളിൽ നിർദ്ദിഷ്ട പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ. വ്യാപാര സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന അളവ് തൂക്ക ഉപകരണങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വകുപ്പ് കൃത്യത ഉറപ്പുവരുത്തുന്നു. ഓഫീസിൽ ഹാജരാക്കിയിട്ടോ വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള ക്യാമ്പുകളിൽ ഹാജരാക്കിയിട്ടോ അളവ് തൂക്ക ഉപകരണങ്ങളെ കൃത്യത ഉറപ്പുവരുത്താവുന്നതാണ്. അതോടൊപ്പം സ്ഥാപനങ്ങളിലെത്തിയും അളവ് തൂക്ക ഉപകരണങ്ങളെ കൃത്യത ഉറപ്പുവരുത്തുന്ന സംവിധാനവും വകുപ്പിനുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പാക്കേജ്ഡ് കമ്മോഡിറ്റീസ്. ഉപഭോക്താവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരു ഉൽപ്പന്നം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാക്കേജ്ഡ് കമ്മോഡിറ്റിയായി കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിൽ പാക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിന്മേൽ നിർമ്മാതാവിൻ്റെ വിലാസം, ഉൽപ്പന്നം പാക്ക് ചെയ്ത മാസം, വർഷം, ഉൽപ്പന്നത്തിൻ്റെ തൂക്കം, അളവ്, എണ്ണം, ആ ഉൽപ്പന്നം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പരമാവധി വിൽപ്പന വില എന്നിവ ആ പാക്കറ്റിൽ ഉണ്ടായിരിക്കണം. ഈ പ്രഖ്യാപനങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പാക്കറ്റുകൾ പിടിച്ചെടുക്കുകയും പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യും. ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ സുതാര്യം എന്ന ആപ്പ് വഴി പരാതി നൽകാം. അല്ലെങ്കിൽ clmkerala@gmail.com എന്ന മെയിൽ ID വഴിയോ വകുപ്പിൻ്റെ കംപ്ലയിൻറ്റ് സെൽ ടെലിഫോൺ നമ്പറായ 91 88 91 81 00 എന്ന നമ്പറിലോ പരാതിപ്പെടാം. കൂടാതെ അതാത് പ്രദേശത്തുള്ള ലീഗൽ മെട്രോളജി ഓഫീസിലും പരാതി നൽകാവുന്നതാണ്. മരുന്നുകളുടെ ഗുണനിലവാരം, പോരായ്മകൾ, വാങ്ങൽ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് പരാതി നൽകാം. ഭക്ഷണത്തിലെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയും അറിയിക്കാം.
ഓൺലൈൻ വ്യാപാരം, പണം കൈമാറ്റം തുടങ്ങി എല്ലാത്തരം ഓൺലൈൻ ഇടപാടുകളെക്കുറിച്ചും പരാതി പറയാൻ ദേശീയ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പറുകളായ 1440 180011 4000 എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ വിളിക്കാം. കൂടാതെ വെബ്സൈറ്റ് വഴിയും SMS മുഖേനയും പരാതിപ്പെടാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. www.consumerhelpline.gov.in എന്ന വെബ്സൈറ്റ് വഴിയും പരാതികൾ നൽകാം. പരാതി പരിഹാരത്തിനെ സംബന്ധിച്ച വിശദ വിവരങ്ങളും ഈ വെബ്സൈറ്റ് വഴി ലഭ്യമാണ്. SMS വഴി 9113009809 എന്ന നമ്പറിലേക്ക് SMS ചെയ്താലും പരാതികൾ പരിഹരിക്കപ്പെടും. സംസ്ഥാന തലത്തിൽ 1967 1800 425 1550 എന്ന ടോൾ ഫ്രീ നമ്പറുകളിലും വിളിക്കാം. 1915 എന്ന ദേശീയ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പറിലും വിളിക്കാം. ഉപഭോക്തൃ നിയമലംഘനങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്താനും തുടർ നടപടിക്ക് ഉത്തരവിടാനും ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് സാധിക്കും. ഇതിനായി പ്രത്യേക അന്വേഷണ വിഭാഗവും അതോറിറ്റിക്ക് കീഴിലുണ്ട്. ഒരു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൌൺസിൽ സ്ഥാപിക്കാനുള്ള അധികാരവും നിയമം ഉറപ്പാക്കുന്നു. തങ്ങളുടെ പരാതികൾ ഉപഭോക്താക്കൾക്ക് അഭിഭാഷക സഹായമില്ലാതെ ഫോറങ്ങളിൽ ഉന്നയിക്കാൻ കഴിയും. അമിതമായ വില ഈടാക്കൽ, അന്യായമായ വ്യാപാര രീതികൾ, അപകടകരമായ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വിൽപ്പന, കേടായതും ഗുണനിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തുടങ്ങിയവയ്ക്കെതിരായ പരാതികൾക്ക് പരിഹാരം കാണാൻ ജില്ലാ തലങ്ങളിലെ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾക്ക് സാധിക്കും. 5 ലക്ഷം രൂപ വരെ ഉന്നയിക്കപ്പെടുന്ന പരാതികൾ ഫീസ് അടയ്ക്കാതെ ഇവിടങ്ങളിൽ ഫയൽ ചെയ്യാനും സാധിക്കും. നിയമപ്രകാരം 1 കോടി രൂപ വരെയുള്ള പരാതികൾ എല്ലാ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളിലും 1 കോടിക്ക് മുകളിൽ 10 കോടി വരെയുള്ള പരാതികൾ സംസ്ഥാന കമ്മീഷനിലും സമർപ്പിക്കാം. ജില്ലാ സംസ്ഥാന കമ്മീഷനുകൾക്ക് സ്വന്തം വിധികൾ പുനഃപരിശോധിക്കാനുള്ള അവകാശം, മീഡിയേഷനിലൂടെയുള്ള തർക്ക പരിഹാരം എന്നിവ പുതിയ നിയമം അനുവദിക്കുന്നുണ്ട്. അന്യായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരായ കടിഞ്ഞാണാണ് നിയമമെന്ന് ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തകൻ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എറണാകുളം പ്രസിഡന്റ് DB ബിനു. ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണ മേഖലയിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. വളരെ ഫലപ്രദവും സമഗ്രവും കരുത്തുള്ളതുമായ ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതിനു ശേഷവും അത് കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നത് പ്രധാനമായ ഒരു പ്രശ്നമായി നിലകൊള്ളുന്നു. ഈ നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പാക്കൽ, അത് വേഗത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ജാഗ്രതി എന്ന സൈറ്റിലൂടെ, ഒരു പോർട്ടലിലൂടെ പരാതികൾ ഓൺലൈനിൽ സമർപ്പിക്കാനും ഓൺലൈനിൽ അത് കേൾക്കുവാനും അതിൻ്റെ വിധി ന്യായങ്ങൾ എത്തിക്കുവാനുമുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. തികച്ചും സുതാര്യവും വേഗത്തിലും ഉപഭോക്തൃ നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഉപഭോക്താവിന് വീട്ടിലിരുന്ന് തന്നെ നീതി ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിരവധി ആളുകൾ രാജ്യത്ത് ഇത്തരത്തിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തവരുണ്ട് എന്നതൊരു വസ്തുത നിലനിൽക്കുന്നു. ഇത് ഡിജിറ്റൽ ഡിവൈഡ് എന്ന ഒരു പ്രശ്നത്തിലേക്കും വഴിതെളിക്കുകയും ചെയ്യുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് സാധാരണ പൗരന്മാർക്ക് ഏറ്റവും സൗഹാർദ്ദപരമായി, ഒരു സിറ്റിസൺ ഫ്രണ്ട്ലിയായി അവരുടെ പരാതികൾ പരിഹരിക്കാനും തീർപ്പ് കൽപ്പിക്കാനും കഴിയുന്ന സംവിധാനമാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. മാതൃഭാഷയിൽ തന്നെ പരാതികൾ കൊടുക്കാൻ കഴിയണം. NV കൃഷ്ണവാര്യർ പണ്ട് പറഞ്ഞതുപോലെ നമ്മുടെ നീതി സരസ്വതി എന്നാണ് മാതൃഭാഷ സംസാരിക്കുന്നത്. കോടതി ഭാഷ മാതൃഭാഷയിലാവണം എന്ന ആവശ്യത്തിന് വലിയ പഴക്കമുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള കോടതി വിധികളും ഉപഭോക്തൃ കോടതികൾ പുറപ്പെടുവിക്കുന്നുണ്ട്. മാതൃഭാഷയിൽ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നതിലൂടെ സാധാരണ പൗരന്മാർക്ക് അവരുടെ ഭാഷയിൽ പരാതികൾ സമർപ്പിക്കാൻ കഴിയുന്നു എന്നത് മാത്രമല്ല, അവരുടെ ഭാഷയിൽ തന്നെ കേസുകൾ അഭിഭാഷകന്റെ സഹായം പോലുമില്ലാതെ നടത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുക, ഓൺലൈനിൽ പരാതികൾ സമർപ്പിക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന തരത്തിൽ കോടതി സമുച്ചയത്തിന് അനുബന്ധമായി ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കുകയും അഭിഭാഷകരുടെ സഹായത്തോടെ സൗജന്യമായി തന്നെ കേസുകൾ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം. ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ആ സേവനം ഫലപ്രദമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകളും ഇന്ന് ശക്തമാണ്.
ഉപഭോക്താക്കളുടെ ജാഗ്രതയാണ് ഈ നിയമം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കേസുകൾ ഫയൽ ചെയ്യാനും അതിൻ്റെ കോടതി നടപടികളിൽ ഓൺലൈനിൽ പങ്കെടുക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ ഡിജിറ്റൽ സംവിധാനം വിവക്ഷിക്കുന്നത്. ഉപഭോക്തൃ അവകാശങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനും രാജ്യത്തെ ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തനങ്ങളെ ശാക്തീകരിക്കുന്നതിനുമുള്ള അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്നതിനും വേണ്ടി സ്കൂൾ കോളേജ് തലങ്ങളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ രൂപീകരിച്ചു പ്രവർത്തിച്ചു വരുന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വഴി നിഷേധിക്കപ്പെട്ട മെഡിക്കൽ ക്ലെയിം ലഭിച്ച ചാലക്കുടി പെനുവൽ ഫൗണ്ടേഷൻ നടത്തുന്ന ഐപ്പ് ജോസഫിന്റെ വാക്കുകളിലേക്ക്. എനിക്ക് കഴിഞ്ഞ 2019 ഡിസംബറിൽ എനിക്കൊരു ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അംഗമാണ് ഞാൻ, എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പം നമ്മുടെ ക്ലെയിമൊക്കെ തരുമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അവരെ ഒരു ഇമ്മീഡിയറ്റ് സർജറി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറിക്ക് വിധേയനായി. പക്ഷേ പണം അടയ്ക്കാൻ നേരം ഇൻഷുറൻസുകാരെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ എനിക്കാകെ ഒരു ബില്ല് വന്നത് അറൗണ്ട് 70,000 അവരതിനകത്തൊരു 50% മാത്രമേ തന്നുള്ളൂ. ഞാൻ അവരുടെ ഏജൻറ്റുമാരെ ബന്ധപ്പെട്ടു. പക്ഷേ ഒരു നല്ല റെസ്പോൺസ് ആയിരുന്നില്ലത്. ഇൻഷുറൻസ് കമ്പനിയൊക്കെ തരുന്ന പേപ്പറുകൾ നമ്മൾ ഒപ്പിടുമ്പോൾ അതിനകത്ത് ഒത്തിരി ക്ലോസുകൾ അവരെഴുതി വെച്ചിട്ടുണ്ട്, ആ കുഞ്ഞക്ഷരത്തിനകത്ത്. അത് നമ്മൾ ആരും വായിച്ച് നോക്കാറില്ല. അത് വായിക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ ഇൻഷുറൻസ് എടുക്കത്തില്ല. ഞാനങ്ങനെ എറണാകുളത്തെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ട്രസൽ കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്തു. എനിക്ക് അനുകൂലമായിട്ട്, അധികം താമസമെടുക്കാതെ അനുകൂലമായിട്ട് എനിക്ക് വിധി വന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെ ഉപഭോക്താവിനെ വഞ്ചിക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കുറ്റകരമാണ്. അനേകം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുകയും ഗുണമേന്മ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും യൂട്യൂബർമാരുടെയും പെയ്ഡ് പ്രൊമോഷനും ഉപഭോക്താവിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. വിൽപ്പന വസ്തു സേവനങ്ങളുടെ പ്രയോജനവും ഉപയോഗരീതി, പാർശ്വഫലങ്ങൾ എന്നിവ അറിയിക്കേണ്ടതും തെറ്റായ അവകാശവാദങ്ങൾ പരസ്യങ്ങളിൽ നൽകാതിരിക്കുന്നതും നിർമ്മാതാവിന്റെയും വിൽപ്പനക്കാരുടെയും ഉത്തരവാദിത്തമാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായരുടെ വാക്കുകളിലേക്ക്. കൺസ്യൂമർ ദിനം നമ്മൾ ഓർക്കുമ്പം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്കാണ്, കസ്റ്റമർ ഈസ് എ കിങ്, ഹി ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ യു ബട്ട് യു ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം. ഈ സന്ദേശം എന്നും ഒരു ബിസിനസ്സുകാരന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഉപഭോക്താവ് സംരക്ഷണം എന്നത് ഒരു നിയമബാധ്യത മാത്രമല്ല, അത് ബിസിനസ്സിൻ്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ്. ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കൺസ്യൂമറിൻ്റെയും കസ്റ്റമറിൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്താതെ നമുക്കൊരു സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക വളർച്ച ഒരിക്കലും സാധ്യതമല്ല. ആ ചേംബർ കോമേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് കസ്റ്റമർ പ്രൊട്ടക്ഷനാണ്. ആ കസ്റ്റമർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബിസിനസ്സുകാരാണ്, പക്ഷേ ബിസിനസ്സുകാരും ഒരു കൺസ്യൂമറാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം ഒരു ബിസിനസ്സുകാരനും ഒരു ഉപഭോക്താവാണ്. ഇന്ന് നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളായിരിക്കും നാളെയുടെ വിപണിയിലെ രൂപപ്പെടുത്തുന്നത്. ബിസിനസ്സും കൺസ്യൂമേഴ്സും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് കേരളത്തിന്, രാജ്യത്തിനും വേണ്ടി നീതിപരമായ ഒരു വിശ്വാസയോഗ്യമായ ഒരു വിപണി സൃഷ്ടിക്കാൻ ചേംബർ ഓഫ് കോമേഴ്സ് കമ്മിറ്റഡാണ്. ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം ഇല്ലാത്തതാണ് വഞ്ചനകളിൽ പെടാൻ കാരണമാകുന്നത്. ചൂഷണത്തിനെതിരായ ജാഗ്രത പിന്തുടരേണ്ടത് സർക്കാരോ കോടതികളോ മാത്രമല്ല, ഉപഭോക്താവും സമൂഹവുമാണ്. കള്ളത്തുലാസുകൾക്കെതിരെയുള്ള ജാഗ്രതയാണ് കബളിപ്പിക്കപ്പെടലുകൾക്കെതിരായ നല്ല പ്രതിവിധി. ഉപഭോക്തൃ സംരക്ഷണം, നിയമവും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം ഗീതു പ്രകാശ്.